അതായത് നമുക്കൊരു റിയാക്ഷൻ നടന്നു, ആ റിയാക്ഷൻ ഫോളോ ചെയ്യണത് ഈ റിയാക്ഷൻ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ്. ആ റിയാക്ഷൻ, അതായത് ബീറ്റാ ടി കെ ഈ ബീറ്റെന്നൊക്കെ സിങ്കിന് നടന്നത് കാരണം ആ റിയാക്ഷൻ ഉണ്ടായിരുന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ റിയാക്ഷൻ നടന്നിട്ടുള്ള എനർജി നമുക്ക് തന്നത് 2.4 MeV ആണ്. അതിനനുസരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ക്യൂ വാല്യൂ കണ്ടുപിടിക്കാനാണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്രോട്ടോണ് ന്യൂട്രോണിൻ്റെ ഒക്കെ മാസം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫസ്റ്റത്തെ റിയാക്ഷൻ, ഈ റിയാക്ഷൻ സിങ്കിൻ്റെ ബീറ്റാ ടി കെ നമ്മൾ എഴുതി. അത് എഴുതുമ്പോൾ ഇതിൻ്റെ ക്യൂ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? Zn minus 30e minus of Cu minus 29e plus e. അപ്പോൾ ഉള്ളിലേക്ക് എടുത്ത് നോക്കുമ്പോൾ Zn മൈനസ് Cu ആയിരിക്കും, മൈനസ് 30e പ്ലസ് 29e എന്ന് പറയുന്നത് മൈനസ് ഓഫ് ഇ ഇവിടുത്തെ മൈനസ് ഇയും കൂടുമ്പോൾ മൈനസ് 2e കിട്ടും. ഈ Q1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ട് 2.4 MeV ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് റിയാക്ഷൻ നമുക്ക് തന്നിരിക്കും, ഇവനാണ് നമ്മുടെ ഇതിനെ ഫോളോ ചെയ്ത് നടക്കുന്നത്. അപ്പോൾ ഇവൻ്റെ ക്യൂ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്തായിരിക്കും? Cu മൈനസ് 29e പ്ലസ് പി മൈനസ് ഓഫ് Zn മൈനസ് 30e പ്ലസ് n ഇങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കാം. ഇത് നമ്മൾ Cu മൈനസ് Zn കിട്ടി മൈനസ് 29 പ്ലസ് 30e ആവുമ്പോൾ പ്ലസ് ഇ ആയിരിക്കും. ഇവിടെ പ്ലസ് പിയും ഇവിടെ മൈനസ് എന്നും നമുക്ക് വരും. ഇനി ഇത്രയും ഭാഗം ഇവനെ നോക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് നോൺ ആയിട്ടുള്ള വാല്യൂ. അപ്പോൾ Cu മൈനസ് Zn എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവന്മാർ രണ്ടുപേരെയും അങ്ങോട്ടാക്കാം. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായിരിക്കും? ഇവനെ Cu മൈനസ് Zn ആയിരിക്കും. അപ്പോൾ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് ഓഫ് 2.4 മൈനസ് ഓഫ് 2e ആയിരിക്കും. അപ്പോൾ ഇത്രയും ഭാഗം എന്ന് പറയുന്നത് ഇവനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവനെ ഇവിടെ വെച്ച് റീപ്ലേസ് ചെയ്യാം. ഇവനെ വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ നോക്കാം. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈനസ് 2e പ്ലസ് ഇ എന്ന് പറയുന്നത് മൈനസ് ഇ ആയിരിക്കും. ഇവിടെ പി പ്ലസ് എൻ ആയിരിക്കും. ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 2.4 തന്നിട്ടുണ്ട്. അതല്ല ക്വസ്റ്റ്യനിൽ പിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മാസ് 9 MeV ആക്കുമ്പോൾ 9938 ആണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതിനെക്കാട്ടും ഒരു കുറച്ച് പൊടിക്ക് കൂടുതലുള്ളൂ, 939.5 ആണ്. അതുപോലെ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ശരിക്കും എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ മാസ് 0.5 110 MeV ആണ്. ഇവിടെ 0.5 മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും? മൈനസ് 1.5 കിട്ടും. ഇത് കുറയ്ക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ മൈനസ് 0.5 ആവും, -2 ആയിരിക്കും. അത് ഇതിൻ്റെ കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4.4 MeV ആയിരിക്കും.